സൈബർ ഇടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രചരിച്ചത് കള്ളക്കഥയെന്ന സംശയം ശക്തം. വിവാഹത്തിന് പിന്നാലെ വധുവിനെ വീട്ടിൽ കൊണ്ടാക്കി സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി വരൻ നാടുവിട്ടെന്നാണ് വധുവിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നത്. എന്നാൽ താൻ വിവാഹം കഴിച്ചത് ട്രാൻസ്ജെൻഡറിനെയാണെന്ന് ആദ്യ രാത്രി തന്നെ മനസ്സിലാക്കിയ വരൻ പിറ്റേന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ വിശദീകരണം നൽകി. ഈ ആരോപണം തെറ്റെന്നാണ് വധുവിന്റെ വീട്ടുകാർ പറയുന്നത്. കടുത്തുരുത്തി സ്വദേശിയായ യുവതിയെ വിവാഹം ചെയ്ത ശേഷം വരൻ ഇറ്റലിയിലേക്ക് മുങ്ങിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ ഗാർഹിക പീഡനത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടി ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ വരനും വീട്ടുകാരും നടത്തിയ പ്രചരണങ്ങൾ നിഷേധിക്കുകയാണ് സഹോദരൻ. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് കുടുംബം ഒരുങ്ങുന്നത്. ട്രാൻസ്ജെൻഡർ ആരോപണം നിഷേധിക്കാൻ ആവശ്യമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഹാജരാക്കാൻ തയ്യാറാണെന്ന് സഹോദരൻ പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 23-നാണ് റാന്നിയിൽ വെച്ച് വിവാഹം നടന്നത്. രാത്രി 11-ന് അത്യാഡംബരത്തോടെയാണ് വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം പെൺകുട്ടിയോട് ഒന്നും പറയാതെ സഹോദരിയോടും ഭർത്താവിനോടും പെൺകുട്ടിയെ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വിവാഹത്തലേന്ന് രാത്രി 10 മണിയോടെ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് വരൻ മുങ്ങിയത്. പിതാവിന്റെ ചികിത്സയ്ക്കായി 25 ലക്ഷം ഏർപ്പാടാക്കണമെന്ന് പറഞ്ഞാണ് വരൻ അവിടെ നിന്ന് പോയത്. പെൺകുട്ടിയെ കടുത്തുരുത്തിയിലുള്ള വീട്ടിലാക്കിയ ശേഷം എറണാകുളത്തേക്ക് പോവുകയാണെന്നും തിരികെ വരുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് പറഞ്ഞത്. പിന്നീട് ദുബായ് എയർപോർട്ടിൽ ചെന്ന ശേഷം മൂത്ത സഹോദരിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ശരീര സൗന്ദര്യമല്ല പെൺകുട്ടിക്കെന്ന് മെസ്സേജിൽ പറയുന്നു. 12-ാം തീയതിയാണ് പെണ്ണുകാണൽ ചടങ്ങിൽ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. സേവ് ദി ഡേറ്റ് ഷൂട്ടിംഗ് സമയത്തും പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു. 25 പവനോളം സ്വർണവും തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ കടുത്തുരുത്തി പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പലവിധ പ്രചരണങ്ങൾ നടന്നിരുന്നു. വരന്റെ ബന്ധുക്കളിൽ ചിലർ പറയുന്നതായുള്ള ശബ്ദ സന്ദേശം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇത്തരം പ്രചരണം ശക്തമായതോടെയാണ് സഹോദരനടക്കം വിശദീകരണവുമായി രംഗത്ത് വന്നത്.